രാജ്യത്തെ GST നിരക്കുകൾ 5%, 18% എന്നീ രണ്ട് സ്ലാബുകളായി ചുരുക്കാൻ GST കൗൺസിൽ തീരുമാനിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 22 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങളടക്കം 175 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ടൂത്ത് ബ്രഷ്, ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി 5% GST സ്ലാബിൽ ഉൾപ്പെടും. 2500 രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി 5% കുറയും. പനീർ, വെണ്ണ, ചപ്പാത്തി, ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയെ GSTയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ GSTയിൽ നിന്ന് ഒഴിവാക്കി. TV, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ്, ഓട്ടോ പാർട്സ്, 3 ചക്ര വാഹനങ്ങൾ, രാസവളം, കീടനാശിനികൾ എന്നിവയ്ക്ക് 18% നികുതിയായിരിക്കും. ആഡംബര കാറുകൾ, സ്വകാര്യ വിമാനങ്ങൾ, വലിയ കാറുകൾ, ഇടത്തരം കാറുകൾ എന്നിവയ്ക്ക് 40% GST ചുമത്തും. പാൻ മസാല, സിഗരറ്റ്, ഗുഡ്ക, ചവയ്ക്കുന്ന പുകയില പോലുള്ള മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ, സർദ പോലുള്ള ഉൽപ്പന്നങ്ങൾ, ബീഡി എന്നിവയ്ക്ക് 40% GST ചുമത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. പഞ്ചസാര, മധുരപലഹാരങ്ങൾ, കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, പഴച്ചാറുകൾ അടങ്ങിയ കാർബണേറ്റഡ് പാനീയങ്ങൾ, മദ്യമില്ലാത്ത പാനീയങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ സാധനങ്ങളും 40% GSTയുടെ പരിധിയിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു. GST നിരക്കുകൾ 2 സ്ലാബുകളായി ചുരുക്കാനുള്ള GST കൗൺസിൽ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുകയെന്നതാണ് പ്രധാനമെന്നും ധനമന്ത്രാലയവും വ്യക്തമാക്കി. വരുന്ന സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ വിൽപ്പനയുണ്ടാകുമെന്ന് കരുതുന്നുവെന്നും ധനമന്ത്രാലയം പറയുന്നു. ഗുരുവിനെ പകർത്തിയ നേതാവാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയെന്നും വെള്ളാപ്പള്ളിയുടെ കാലത്ത് SNDP യോഗം സാമ്പത്തിക ഉന്നതിയിലേക്ക് ഉയർന്നുവന്നെന്നും വെള്ളാപ്പള്ളിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും യുവത്വത്തിന് മാതൃകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഗുരു ആലുവയിൽ സർവ്വമത സമ്മേളനം നടത്താൻ കാരണം മാപ്പിള ലഹളയാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മാപ്പിളമാർ ഹിന്ദുമതത്തിലുള്ളവരെ കൊന്നൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് എല്ലാ മതത്തിന്റെയും ആശയം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സർവ്വമത സമ്മേളനം ഗുരു നടത്തിയത്. ഈ മാപ്പിള ലഹളയെപ്പറ്റി കുമാരനാശാൻ കവിത എഴുതിയിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിത ഉദ്ധരിച്ചായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ DGPക്ക് റിപ്പോർട്ട് നൽകി തൃശൂർ DIG ഹരിശങ്കർ. ക്രൂരമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി. പരാതി ഉയർന്ന അന്ന് തന്നെ നടപടിയെടുത്തു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 4 ഉദ്യോഗസ്ഥർക്കും 2 വർഷത്തെ ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയും സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. കൈകൊണ്ടിടിച്ചു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുന്നംകുളം പോലീസ് മർദ്ദനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മർദ്ദനമേറ്റ ചൊവ്വന്നൂരിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്. സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പും മർദ്ദനമുണ്ടായിരുന്നുവെന്നും ശശിധരൻ എന്ന പോലീസുകാരൻ തലക്കടിച്ചുവെന്നും കൂടാതെ ഡ്രൈവർ ഷുഹൈദം മർദ്ദിച്ചുവെന്നും ഈ ദൃശ്യങ്ങളൊന്നും CCTVയിൽ ഇല്ല എന്നും സുജിത് പറഞ്ഞു. സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ചുരുളുകൊണ്ട് കാലിൽ നിരവധി തവണ അടിച്ചെന്നും കുടിവെള്ളം ചോദിച്ചിട്ട് തന്നില്ല എന്നും സുജിത് വെളിപ്പെടുത്തി. മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം, ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും സുജിത് വ്യക്തമാക്കി. പോലീസ് സേനയിലെ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ ക്രൂരത വെളിവാക്കുന്നതാണെന്നും CPM ക്രിമിനലുകൾക്ക് മുന്നിൽ മുട്ടുവിറയ്ക്കുന്ന പോലീസുകാരാണ് അനീതി ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകന്റെ ദേഹത്ത് 3ാം മുറ പ്രയോഗിച്ചതെന്നും ഇതാണോ പിണറായി സർക്കാരിന്റെ ജനമൈത്രി പോലീസ് നയമെന്നും വേണുഗോപാൽ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. വിവാദങ്ങൾക്കിടയിൽ ഏറെ ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിനു പിന്നാലെ കേരള പോലീസിനും സർക്കാരിനുമെതിരെ വിമർശനവുമായി KSU സ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. ജോർജ് സാറിന്റെ പണി കേരള പോലീസ് എടുത്താൽ ബെൻസിന്റെ പണി ഞങ്ങൾ എടുക്കുമെന്നാണ് തുടരും സിനിമയിലെ ചിത്രങ്ങൾ പങ്കുവച്ച് അലോഷ്യസ് സേവ്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തെ വിഭാഗീയമായി കാണേണ്ടതില്ലെന്നും വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. കേസുകൾ പിൻവലിക്കുന്നതിൽ പിടിവാശിയില്ലെന്നും കോടതിയിൽ വരുമ്പോൾ ആവശ്യമായ നടപടിയെടുക്കുമെന്നും സമയം വരുമ്പോൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകുന്നു.
അടുത്ത 5 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു. അതിനാൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നൊറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും യാഥാർത്ഥ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയതോടെയാണ് ഇത് സാധ്യമായത്. പത്തനംതിട്ട, ഇടുക്കി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 4 മെഡിക്കൽ കോളേജുകൾക്കാണ് അനുമതി ലഭിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്ക് 2025 ഉത്സവഭതയായി 7000 രൂപ വീതവും താൽക്കാലിക ജീവനക്കാർക്ക് പരമാവധി 3500 രൂപയും അനുവദിക്കും. ഉത്സവഭത നൽകാൻ മതിയായ വരുമാനമില്ലാത്ത ഗ്രേഡ് 3, ഗ്രേഡ് 4 ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കും. കശുവണ്ടി കുംഭകോണം അഴിമതി ആരോപണത്തിൽ വിജിലൻസ് തുടർനടപടിയെടുക്കാത്തതിനെതിരായ പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ്. ആരോപണ വിധേയമായ തോണ്ടണ്ടി പരിശോധിക്കാൻ ഏജൻസികൾക്ക് കഴിയുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പരാതി നൽകി വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് അഡ്വക്കേറ്റ് മു മുനീറിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ MLA മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. 15 ദിവസത്തിനകം ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പു പറയുകയും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിലും ക്രിമിനലും നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് നിയമനം വൈകുന്നതിനെതിരെ വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവായൽ. പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് ജഷീർ പള്ളിവായൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നാഥനില്ലാ കളറിയാണെന്നും ജഷീർ പള്ളിവായൽ പോസ്റ്റിൽ വിമർശിക്കുന്നു. പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി പരസ്യമാക്കി വനിതാ കൗൺസിലർ രാജിവെച്ചു. ഷൊർണൂർ നഗരസഭയിലെ 31-ാം വാർഡ് കോൺഗ്രസ് കൗൺസിലർ സി സന്ധ്യ ആണ് രാജിവെച്ചത്. ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജിവെച്ചത്. പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ അവഗണനയും രാജിപ്രഖ്യാപനത്തിന് കാരണമായെന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടിക്കൊപ്പം ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ച പൊളിഞ്ഞപാലം താണിക്കുഴി അന്നക്കുട്ടി അന്തരിച്ചു. ഉദരസംബന്ധിയായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കും. 2023 നവംബറിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ മറിയക്കുട്ടിയും അന്നക്കുട്ടിയും പ്രതിഷേധ സൂചകമായി അടിമാലി ടൗണിൽ ഭിക്ഷയാചിച്ച് സമരം നടത്തിയത് വലിയ വാർത്തയായിരുന്നു. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് നെഞ്ചിൽ ഗൈഡ് വയർ കുരുങ്ങിയ സുമയ്യ മെഡിക്കൽ ബോർഡിന് മുൻപാകെ മൊഴി നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു തെളിവെടുപ്പ്. കാർഡിയോളജി, ന്യൂറോളജി, അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിപുലീകരിച്ച സമിതിയാണ് സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വീണ്ടും പരിശോധന നടത്തുമെന്ന മെഡിക്കൽ ബോർഡ് അറിയിച്ചതായി സുമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂർ ലുലു മാൾ പദ്ധതിയിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും നിയമത്തിന് അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. കോൺഗ്രസ് വിട്ട് CPMലെത്തിയ P സരിനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി രാഗരഞ്ജിനിക്ക് മറുപടിയുമായി ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്നും മോശം അനുഭവമുണ്ടായ സ്ഥിതിക്ക് നിയമപരമായി മുന്നോട്ടു പോകണമെന്നും പൂർണ്ണ സിമ്പതി ഉണ്ടാകുമെന്നായിരുന്നു സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസ് വിഷയത്തിൽ US മാപ്പ് പറയണമെന്നും US, റഷ്യ, ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിടുക്കുകാട്ടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് വളരെ നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ചൈനയുമായും റഷ്യയുമായും ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ 50% തീരുവ ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യയുടെ മേലുള്ള 50% തീരുവ ഒഴിവാക്കണം, 0% കുറയ്ക്കണമെന്നാണ് അഭിപ്രായം. ഇന്ത്യയോട് മാപ്പ് പറയണം, എഡ്വേർഡ് പ്രൈസ് കൂട്ടിച്ചേർത്തു. ചൈനയിലെത്തിയ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വിരലടയാളം മായ്ച്ചുകളഞ്ഞ സഹായികളായ ഉദ്യോഗസ്ഥർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കിം ഇരുന്നിരുന്ന കസേരയിലെയും സ്പർശിച്ചു ഡെസ്കിലെയും വിരലടയാളങ്ങൾ ഉദ്യോഗസ്ഥർ എത്തി മായ്ച്ചുകളഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ചയായിരുന്നു സംഭവം. കിം ഇരുന്ന കസേരയുടെ പിൻഭാഗവും കൈകളും ട്രെയിൽ വെച്ചിരുന്ന ഗ്ലാസും ടേബിളും അതിനോട് ചേർന്ന വസ്തുക്കളും സൂക്ഷ്മമായി ഉദ്യോഗസ്ഥർ തുടച്ചിരുന്നു. എല്ലാവിധ DNA വിവരങ്ങളും ഇല്ലാതാക്കുന്നതിനാണ് വിരലടയാളങ്ങൾ നീക്കം ചെയ്തതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു.
രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈന നടത്തിയ ഏറ്റവും വലിയ സൈനിക പരേഡിൽ പങ്കെടുക്കാനാണ് കിമ്മും പുടിനും ചൈനയിലെത്തിയത്. നേരത്തെ അലാസ്ക സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മൂത്രവും മലവും ശേഖരിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ 113 പലസ്തീനികൾ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇതിൽ സഹായം തേടിയെത്തിയ 33 പേരും ഉൾപ്പെടും. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസിയിൽ വെള്ളത്തിനായി റോഡിലിറങ്ങിയ ഒട്ടേറെ കുട്ടികൾ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗാസ നഗരത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ പട്ടിണി മരണവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും കൊടും പട്ടിണി മൂലം 6 പലസ്തീനികൾ മരണത്തിന് കീഴടങ്ങി. ഇതിനിടെയാണ് ഇസ്രായേൽ സേന കരവ്യോമ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. 2 വർഷത്തിനിടെ ഗാസയിൽ 21,000 കുട്ടികളെങ്കിലും വികലാംഗരാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാലയളവിൽ ഏകദേശം 45,000-ത്തിലധികം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അവരിൽ പകുതിയിലധികം പേരും വികലാംഗരാണെന്നും UN വികലാംഗരുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. ബെയ്ജിംഗിൽ നടന്ന സൈനിക പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും മനുഷ്യന്റെ ദീർഘായുസ്സിനെക്കുറിച്ചും സംസാരിച്ചു എന്ന് റിപ്പോർട്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരേഡിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനൊപ്പം ഇരു നേതാക്കളും എത്തിയപ്പോഴാണ് ഇത്തരമൊരു സംസാരം നടന്നത്. ഇരു നേതാക്കളുടെയും സ്വകാര്യ സംഭാഷണം അറിയാതെ ഓണായിരുന്ന മൈക്ക് വഴിയാണ് പുറത്തുവന്നത്. ബെയ്ജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിനായി നടന്നുവരുവേ ഇരുവരുടെയും സ്വകാര്യ സംഭാഷണം മൈക്ക് പിടിച്ചെടുക്കുകയായിരുന്നു. പണ്ടൊക്കെ പറയുമായിരുന്നു 70 വയസ്സിനപ്പുറത്ത് മനുഷ്യർ അപൂർവമായി മാത്രമേ ജീവിക്കൂവെന്ന്. പക്ഷേ ഇന്ന് 70കളിലും പലരും കുട്ടിയാണ് എന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. അതെ, കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ബയോടെക്നോളജിയുടെ വികാസം കൊണ്ട് മനുഷ്യ അവയവങ്ങൾ നിരന്തരം മാറ്റിവെക്കാൻ സാധിച്ചേക്കാം. കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ യുവത്വം ലഭിച്ചേക്കാം. ആ നിലയിൽ മരണമില്ലാതെ ജീവിക്കാനും സാധിച്ചേക്കാം എന്ന് പുടിനും പറഞ്ഞു. ഈ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യർക്ക് 150 വയസ്സുവരെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ പ്രവചനമെന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. പുടിനും ഷീ ജിൻപിങ്ങിനൊപ്പം നടന്നിരുന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിത് ശ്രദ്ധിക്കുകയും ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ഇവരുടെ സംഭാഷണം കൃത്യമായി കേട്ടിരുന്നു എന്ന് വ്യക്തമല്ല. അതേസമയം റഷ്യൻ സർക്കാരോ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമോ ഈ ചർച്ച സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ഒപ്പമെത്തിയത് മകളാണ്. കിമ്മിന്റെ മകൾ കിം ജു എ ആണ് ചൈനയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെ കിമ്മിന്റെ പിൻഗാമിയായി മകൾ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. കൗമാരക്കാരിയായ മകൾ കിമ്മിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഇത് കിമ്മിന്റെ മകൾ 13കാരി കിം ജു എ ആണെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നിന്നും ട്രെയിനിലാണ് ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിലേക്ക് കിം ജോങ് ഉന്നെത്തിയത്. പിന്നാലെ മകൾ നടന്നുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ആദ്യമായാണ് കിമ്മിന്റെ മകൾ വിദേശത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. 2022-ൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണത്തിനിടെ കിം ജോങ് ഉന്നിനൊപ്പം മകൾ കിം ജു എയും പൊതുമധ്യത്തിലെത്തിയിരുന്നു. ഈ വർഷം മെയ് മാസത്തിൽ റഷ്യൻ എംബാസിയുടെ പരിപാടിയിൽ നയതന്ത്ര പ്രതിനിധിയായി കിം ജു എ എത്തിയിരുന്നു. ജൂൺ 13-ന് ഇസ്രായേൽ സൈനികാക്രമണം ആരംഭിക്കുന്നതിനു മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി UN റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വിയന്ന ആസ്പദമായുള്ള രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13 വരെ ഇറാനിൽ 440.9 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60% വരെയാണ്. ഇത് മെയ് മാസത്തിലെ AIEAയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത്. അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം 90% സമ്പുഷ്ടീകരണം നടത്തി അണുബോംബ് നിർമ്മിക്കാനാവുന്നതിന് വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട്. AIEAയുടെ കണക്കിനനുസരിച്ച് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം 42.5 കിലോഗ്രാം 90% കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെയും US-ന്റെയും ബോംബാക്രമണത്തിൽ തകർന്ന ആണവ പ്ലാന്റുകളിൽ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാനും AIEAയും കരാറിലെത്തിയിട്ടില്ല എന്നും രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 22-ന് US ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത്. യുദ്ധത്തിനു ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോട് പ്രവർത്തിക്കുന്ന ബുഷെഹർ ആണവ നിലയം മാത്രമാണ്. ഓഗസ്റ്റ് 27, 28 തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റി സ്ഥാപിക്കുന്നത് AIEA വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം AIEAയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശയുണ്ടെന്ന് റിപ്പോർട്ട്.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ അലാസ്ക ഉച്ചകോടിക്ക് ശേഷവും സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ലെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച പോരാട്ടം നിർത്താൻ കഴിയാത്തതിൽ ട്രംപിന് നിരാശയുണ്ടെന്നും വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിനിടെ റഷ്യയുമായി സമാധാന കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ യുക്രൈന് സുരക്ഷാ പിന്തുണ നൽകുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 30 രാജ്യങ്ങളുടെ ഒരു വെർച്വൽ മീറ്റിംഗ് ഫ്രാൻസ് ആതിഥേയത്വം വഹിച്ചിരുന്നു. ചർച്ചകൾക്ക് റഷ്യ തയ്യാറാകാത്തതിന് യൂറോപ്യൻ നേതാക്കൾ യോഗത്തിൽ അപലപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 500-ലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളുമാണ് റഷ്യ വർഷിച്ചത്. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു, യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഇടയ്ക്ക് സമാധാന ശ്രമം നടപ്പിലാക്കാൻ US ശ്രമം വിജയിക്കാതെ വന്നതോടെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ അനുകൂലമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ റഷ്യൻ ആക്രമണം. കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ 502 ഡ്രോണുകളും 24 മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് എന്ന് യുക്രൈൻ വ്യോമസേന ടെലഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു. ഇതിൽ 430 ഡ്രോണുകളും 21 മിസൈലുകളും തകർത്തെന്നും 14 സ്ഥലങ്ങളിലായി 69 ഡ്രോണുകളും 3 മിസൈലുകളും വീണതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇതിനിടെ യുക്രൈന് പിന്തുണയുമായി ബോൾട്ടിക് നോർഡിക് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സംഗമിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഐസ്ലൻഡ്, ലാറ്റ്വിയ, ലിത്വേനിയ, നോർവേ, സ്വീഡൻ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈന്റെ ഭാവി സംബന്ധിച്ച് പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തും. ബ്രിട്ടീഷ്, ഫ്രഞ്ച് നേതാക്കളായ കിയർ സ്റ്റാർമറുമായി ഓൺലൈനിലും സെലൻസ്കി ചർച്ച നടത്തും. ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസ് വിഷയത്തിൽ US മാപ്പ് പറയണമെന്നും US, റഷ്യ, ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിടുക്കുകാട്ടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 21ാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് വളരെ നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANI-യോട് പറഞ്ഞു. 21ാം നൂറ്റാണ്ടിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ചൈനയുമായും റഷ്യയുമായും ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തിനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ 50% തീരുവ ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യയുടെ മേലുള്ള 50% തീരുവ ഒഴിവാക്കണം, 0% കുറയ്ക്കണമെന്നാണ് അഭിപ്രായം. ഇന്ത്യയോട് മാപ്പ് പറയണം, എഡ്വേർഡ് പ്രൈസ് കൂട്ടിച്ചേർത്തു. ചൈനയിലെത്തിയ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വിരലടയാളം മായ്ച്ചു കളഞ്ഞ സഹായികളായ ഉദ്യോഗസ്ഥർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കിം ഇരുന്നിരുന്ന കസേരയിലെയും സ്പർശിച്ചു ഡെസ്കിലെയും വിരലടയാളങ്ങൾ ഉദ്യോഗസ്ഥർ എത്തി മായ്ച്ചു കളഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ചയായിരുന്നു സംഭവം. കിം ഇരുന്ന കസേരയുടെ പിൻഭാഗവും കൈകളും ട്രെയിൽ വെച്ചിരുന്ന ഗ്ലാസും ടേബിളും അതിനോട് ചേർന്ന വസ്തുക്കളും സൂക്ഷ്മമായി ഉദ്യോഗസ്ഥർ തുടച്ചിരുന്നു. എല്ലാവിധ DNA വിവരങ്ങളും ഇല്ലാതാക്കുന്നതിനാണ് വിരലടയാളങ്ങൾ നീക്കം ചെയ്തതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈന നടത്തിയ ഏറ്റവും വലിയ സൈനിക പരേഡിൽ പങ്കെടുക്കാനാണ് കിമ്മും പുടിനും ചൈനയിലെത്തിയത്. നേരത്തെ അലാസ്ക സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മൂത്രവും മലവും ശേഖരിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ 113 പലസ്തീനികൾ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇതിൽ സഹായം തേടിയെത്തിയ 33 പേരും ഉൾപ്പെടും. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസിയിൽ വെള്ളത്തിനായി റോഡിലിറങ്ങിയ ഒട്ടേറെ കുട്ടികൾ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗാസ നഗരത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ പട്ടിണി മരണവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും കൊടും പട്ടിണി മൂലം 6 പലസ്തീനികൾ മരണത്തിന് കീഴടങ്ങി. ഇതിനിടെയാണ് ഇസ്രായേൽ സേന കരവ്യോമ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. 2 വർഷത്തിനിടെ ഗാസയിൽ 21,000 കുട്ടികളെങ്കിലും വികലാംഗരാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാലയളവിൽ ഏകദേശം 45,000-ലധികം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അവരിൽ പകുതിയിലധികം പേരും വികലാംഗരാണെന്നും UN വികലാംഗരുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. ബെയ്ജിംഗിൽ നടന്ന സൈനിക പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും മനുഷ്യന്റെ ദീർഘായുസ്സിനെക്കുറിച്ചും സംസാരിച്ചു എന്ന് റിപ്പോർട്ട്. 2ാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരേഡിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനൊപ്പം ഇരു നേതാക്കളും എത്തിയപ്പോഴാണ് ഇത്തരമൊരു സംസാരം നടന്നത്. ഇരു നേതാക്കളുടെയും സ്വകാര്യ സംഭാഷണം അറിയാതെ ഓണായിരുന്ന മൈക്ക് വഴിയാണ് പുറത്തുവന്നത്. ബെയ്ജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിനായി നടന്നുവരുവേ ഇരുവരുടെയും സ്വകാര്യ സംഭാഷണം മൈക്ക് പിടിച്ചെടുക്കുകയായിരുന്നു. പണ്ടൊക്കെ പറയുമായിരുന്നു 70 വയസ്സിനപ്പുറത്ത് മനുഷ്യർ അപൂർവമായി മാത്രമേ ജീവിക്കൂവെന്ന്. പക്ഷേ ഇന്ന് 70കളിലും പലരും കുട്ടിയാണ് എന്ന് ഷീ ജിൻപിങ് പറഞ്ഞു.
അതെ, കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ബയോടെക്നോളജിയുടെ വികാസം കൊണ്ട് മനുഷ്യാവയവങ്ങൾ നിരന്തരം മാറ്റിവെക്കാൻ സാധിച്ചേക്കാം. കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ യുവത്വം ലഭിച്ചേക്കാം. ആ നിലയിൽ മരണമില്ലാതെ ജീവിക്കാനും സാധിച്ചേക്കാമെന്ന് പുടിനും പറഞ്ഞു. ഈ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യർക്ക് 150 വയസ്സുവരെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ പ്രവചനമെന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. പുടിനും ഷീ ജിൻപിങ്ങിനൊപ്പം നടന്നിരുന്ന ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിത് ശ്രദ്ധിക്കുകയും ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ഇവരുടെ സംഭാഷണം കൃത്യമായി കേട്ടിരുന്നു എന്ന് വ്യക്തമല്ല. അതേസമയം റഷ്യൻ സർക്കാരോ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമോ ഈ ചർച്ച സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ഒപ്പമെത്തിയത് മകളാണ്. കിമ്മിന്റെ മകൾ കിം ജു എ ആണ് ചൈനയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെ കിമ്മിന്റെ പിൻഗാമിയായി മകൾ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. കൗമാരക്കാരിയായ മകൾ കിമ്മിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഇത് കിമ്മിന്റെ മകൾ 13കാരി കിം ജു എ ആണെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നിന്നും ട്രെയിനിലാണ് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലേക്ക് കിം ജോങ് ഉന്നെത്തിയത്. പിന്നാലെ മകൾ നടന്നുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ആദ്യമായാണ് കിമ്മിന്റെ മകൾ വിദേശത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. 2022 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണത്തിനിടെ കിം ജോങ് ഉന്നിനൊപ്പം മകൾ കിം ജു എയും പൊതുമധ്യത്തിലെത്തിയിരുന്നു. ഈ വർഷം മെയ് മാസത്തിൽ റഷ്യൻ എംബാസിയുടെ പരിപാടിയിൽ നയതന്ത്ര പ്രതിനിധിയായി കിം ജു എ എത്തിയിരുന്നു. ജൂൺ 13 ഇസ്രായേൽ സൈനികാക്രമണം ആരംഭിക്കുന്നതിനു മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി UN റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വിയന്ന ആസ്പദമായുള്ള രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13 വരെ ഇറാനിൽ 440.9 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60% വരെയാണ്. ഇത് മെയ് മാസത്തിലെ AIEAയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത്. അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം 90% സമ്പുഷ്ടീകരണം നടത്തി അണുബോംബ് നിർമ്മിക്കാനാവുന്നതിന് വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട്. AIEAയുടെ കണക്കിനനുസരിച്ച് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം 42.5 കിലോഗ്രാം 90% കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെയും US-ന്റെയും ബോംബാക്രമണത്തിൽ തകർന്ന ആണവ പ്ലാന്റുകളിൽ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാനും AIEAയും കരാറിലെത്തിയിട്ടില്ല എന്നും രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 22 US ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത്. യുദ്ധത്തിനു ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോട് പ്രവർത്തിക്കുന്ന ബുഷെഹർ ആണവ നിലയം മാത്രമാണ്. ഓഗസ്റ്റ് 27, 28 തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റി സ്ഥാപിക്കുന്നത് AIEA വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം AIEAയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശയുണ്ടെന്ന് റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ അലാസ്ക ഉച്ചകോടിക്ക് ശേഷവും സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ലെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച പോരാട്ടം നിർത്താൻ കഴിയാത്തതിൽ ട്രംപിന് നിരാശയുണ്ടെന്നും വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിനിടെ റഷ്യയുമായി സമാധാന കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ യുക്രൈന് സുരക്ഷാ പിന്തുണ നൽകുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 30 രാജ്യങ്ങളുടെ ഒരു വെർച്വൽ മീറ്റിംഗ് ഫ്രാൻസ് ആതിഥേയത്വം വഹിച്ചിരുന്നു. ചർച്ചകൾക്ക് റഷ്യ തയ്യാറാകാത്തതിനെ യൂറോപ്യൻ നേതാക്കൾ യോഗത്തിൽ അപലപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 500-ലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളുമാണ് റഷ്യ വർഷിച്ചത്. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു, യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഇടയ്ക്ക് സമാധാന ശ്രമം നടപ്പിലാക്കാൻ US ശ്രമം വിജയിക്കാതെ വന്നതോടെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ അനുകൂലമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ റഷ്യൻ ആക്രമണം. കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ 502 ഡ്രോണുകളും 24 മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് എന്ന് യുക്രൈൻ വ്യോമസേന ടെലഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു. ഇതിൽ 430 ഡ്രോണുകളും 21 മിസൈലുകളും തകർത്തെന്നും 14 സ്ഥലങ്ങളിലായി 69 ഡ്രോണുകളും 3 മിസൈലുകളും വീണതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇതിനിടെ യുക്രൈന് പിന്തുണയുമായി ബോൾട്ടിക് നോർഡിക് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സംഗമിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഐസ്ലൻഡ്, ലാറ്റ്വിയ, ലിത്വേനിയ, നോർവേ, സ്വീഡൻ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈന്റെ ഭാവി സംബന്ധിച്ച് പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തും. ബ്രിട്ടീഷ്, ഫ്രഞ്ച് നേതാക്കളായ കിയർ സ്റ്റാർമറുമായി ഓൺലൈനിലും സെലൻസ്കി ചർച്ച നടത്തും. ബാറ്ററി മാലിന്യങ്ങളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർണായക ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനും ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുന്നതിനുമായി 1500 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 6 വർഷത്തിനുള്ളിൽ 70,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും 8,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
ഇതിലൂടെ ഇലക്ട്രിക് മൊബിലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് വേണ്ട നിർണായക ധാതുക്കൾക്കായി ആഭ്യന്തര ശേഷി ശക്തിപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖല നിർമ്മിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഈ വർഷം ആദ്യം ചൈന ചില അപൂർവ ധാതുക്കളുടെ വിതരണം നിർത്തിവെച്ചതോടെ ഇന്ത്യയിലെ തന്ത്രപ്രധാന മേഖലകളിൽ പല തടസ്സങ്ങളും നേരിട്ടു. ഇലക്ട്രോണിക്സ്, പുനരുപയോഗ ഊർജം, വൈദ്യുത മൊബിലിറ്റി എന്നിവയ്ക്ക് സുപ്രധാനമായ ധാതുക്കൾക്കായി ഒരൊറ്റ സ്രോതസ്സിനെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ചൈനീസ് നിയന്ത്രണം. ഇത് മറികടക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ നീക്കം. 2031 സാമ്പത്തിക വർഷം വരെ 6 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ഈ പദ്ധതി. കൂടാതെ വിതരണ ശൃംഖലയിൽ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു ആഭ്യന്തര പുനരുപയോഗ സംവിധാനം കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലസ്ഥാനമായ ലിസ്ബിലെ ഫ്യൂണിക്കുലർ ട്രാം പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ 15 പേർ മരിച്ചു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എലവാഡോർ ഡാ ഗ്ലോറിയ എന്നറിയപ്പെടുന്ന ട്രാമാണ് അപകടത്തിൽപ്പെട്ടത്. തിരക്കേറിയ പ്രാസാദ് ദോസ് റെസ്റ്റോറന്റുകൾക്ക് സമീപമാണ് അപകടം നടന്നത്. വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രാം ഓടുന്ന ട്രാക്കിൽ തകർന്നു കിടക്കുന്നതായാണ് രക്ഷാപ്രവർത്തകർ കണ്ടത്. ട്രാം പാളം തെറ്റിയാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. പാളം തെറ്റാനുള്ള കാരണം വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ലിസ്ബണിൽ 1885 തുറന്നതാണ് ഫ്യൂണിക്കുലർ ട്രാം സർവീസ്. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടയിൽ നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമം നടത്താൻ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. കാട്ടാക്കട കിള്ളി സ്വദേശിയായ എസ് സുമയ്യയുടെ നെഞ്ചിലാണ് ഗൈഡ് വയർ കുടുങ്ങിയത്. 2023 മാർച്ച് 22 ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഇന്നലെ സുമയ്യ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരായിരുന്നു. മെഡിക്കൽ രേഖകൾ പരിശോധിച്ച ശേഷം ബോർഡ് അംഗങ്ങൾ നടത്തിയ ചർച്ചയിലാണ് ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യത തേടാൻ തീരുമാനിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി സുമയ്യ ചികിത്സ തേടിയിരുന്നു. ഏപ്രിലിൽ എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നതായി സ്ഥിരീകരിച്ചത്. വിവാദമായതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ഗൈഡ് വയർ കുടുങ്ങിയ വിവരം അറിഞ്ഞ ജനറൽ ആശുപത്രി അധികൃതർ ഏപ്രിലിൽ സുമയ്യയെ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് റഫർ ചെയ്തിരുന്നു. 2.5 വർഷം കഴിഞ്ഞതിനാൽ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ശ്രീചിത്രയിൽ നിന്നുള്ള മറുപടി. ഗൈഡ് വയർ രക്തക്കുഴലുകളിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ടാകാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. അതേസമയം ഒരിക്കൽ കൂടി CT സ്കാൻ ചെയ്തും ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാം നടത്തിയും സാധ്യത പൂർണ്ണമായി വിലയിരുത്താനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. രക്തക്കുഴലുകളെ ബാധിക്കാതെ ഗൈഡ് വയർ എടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ചില ഡോക്ടർമാർ പങ്കുവച്ചു. പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ കൃത്യമായി പറയാനാകൂ. മെഡിക്കൽ കോളേജിലെ വിദഗ്ധർക്കു പുറമെ ശ്രീചിത്രയിലെ ഡോക്ടർമാരെയും ദൗത്യവുമായി സഹകരിപ്പിക്കും. ഗൈഡ് വയർ കുടുങ്ങിയ വിവരം മനസ്സിലാക്കിയ ഡോക്ടർ അപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെ അത് പുറത്തെടുക്കാമായിരുന്നു എന്ന് ബോർഡ് വിലയിരുത്തി. ഇത് പല ആശുപത്രികളിലും സംഭവിക്കാറുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെത്തിയ 100 കോടി രൂപയുടെ കുള്ളപ്പണം കേരളത്തിലേക്ക് കടത്തിയതെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന ശക്തമാക്കി. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ 2 ആഴ്ചവയ്ക്ക് പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇന്നലെ മലപ്പുറം വേങ്ങരയിൽ കേരള പോലീസ് പിടികൂടിയ 1 കോടി രൂപയുടെ കുള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയത്. സ്കൂട്ടറിൽ റോഡ് വഴി കടത്താൻ ശ്രമിച്ച പണമാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ചെടുത്തത്. മെയ്യിലും 1.91 കോടി രൂപയുടെ കുള്ളപ്പണം മലപ്പുറം പോലീസ് പിടികൂടിയിരുന്നു. ഏപ്രിലിൽ കൊല്ലം പുനലൂരിൽ റെയിൽവേ പോലീസ് പിടികൂടിയ 34 ലക്ഷം രൂപയുടെ ഉറവിടം തമിഴ്നാടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലേക്ക് വൻതോതിൽ കുള്ളപ്പണം എത്തിക്കാൻ ശ്രമിക്കുന്നതായി സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കി. ഹൈവേകൾ കേന്ദ്രീകരിച്ച് റോഡ് വഴി കുള്ളപ്പണം കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയതോടെ പൊട്ടിക്കൽ സംഘങ്ങളും സജീവമാണ്. റോഡ് വഴിയുള്ള കുള്ളപ്പണം നീക്കവും അത് കവരാനുള്ള ക്രിമിനൽ സംഘങ്ങളുടെ ശ്രമവും തടയാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ദേശീയപാതകളിൽ കേന്ദ്ര ഏജൻസികളും കേരള പോലീസും നിരീക്ഷണം ശക്തമാക്കും. അടിമാലി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ മൺചട്ടിയുമായി ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ വയോധികമാരിൽ അടിമാലി പൊളിഞ്ഞ പാലം താണിക്കുഴിയിലെ അന്നക്കുട്ടി അഥവാ അന്ന ഔസേബ് 88 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. 2023 നവംബർ 7 ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ 200 ഏക്കറിൽ മില്ലിംഗ്പടി പൊന്നെടുത്തുപാറയിൽ മറിയക്കുട്ടി ക്യാക്കോയും അന്നക്കുട്ടിയും പ്രതിഷേധിച്ചത്. സർക്കാരിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയ പരസ്യ ബോർഡ് കഴുത്തിൽ തൂക്കി മൺചട്ടിയുമായി ഭിക്ഷയാചിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്.
പ്രതിഷേധം ശക്തമായതോടെ പിന്തുണയ്ക്കായി വിവിധ പാർട്ടികളെത്തി. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇരുവർക്കും പെൻഷൻ ലഭ്യമാക്കാൻ നടപടിയുണ്ടായി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അന്നക്കുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. സുരേഷ് ഗോപി എംപിയും ഇരുവരെയും സന്ദർശിച്ചിരുന്നു. അന്നക്കുട്ടിയുടെ സംസ്കാരം ഇന്ന് 2-ന് അടിമാലി സെന്റ് ജോർജ് ജാക്കോബായ സുറിയാനി കത്തീഡ്രൽ. ഭർത്താവ് പരേതനായ ഔസപ്പ്, മക്കൾ പരേതരായ ഗ്രേസി, സൂസൻ, നൈനാൻ. അങ്കണവാടികളെയും പ്രൈമറി സ്കൂളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വനിതാ ശിശുവികസന മന്ത്രാലയം പുറത്തിറക്കി. വിദ്യാഭ്യാസത്തിനൊപ്പം രക്ഷിതാതൃ അധ്യാപക ഇടപെടലിലൂടെ ബാല്യകാല പരിചരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരം. രാജ്യത്ത് 14 ലക്ഷം അങ്കണവാടികളുണ്ട്. ഇവയിൽ 2.9 ലക്ഷം സ്കൂളിനുള്ളിലോ സ്കൂൾ പരിസരത്തോ ആണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവയെ കൂടി സ്കൂളിന്റെ ഭാഗമാക്കുന്നതിനുള്ള ഏകീകൃത ചട്ടക്കൂടാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കുട്ടികൾ നിർദ്ദിഷ്ട പ്രായത്തിൽ 1-ാം ക്ലാസ്സിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. സ്ഥലവും സൗകര്യങ്ങളുമുള്ള സ്കൂളുകളിലേക്ക് അങ്കണവാടികൾ മാറ്റി സ്ഥാപിക്കണം. സ്കൂളുകളിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ സമീപത്തെ അങ്കണവാടികൾ സ്കൂളിന്റെ സഹസ്ഥാപനമായി പ്രവർത്തിക്കണം എന്നിങ്ങനെ 2 മാതൃകകളാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത്. അങ്കണവാടി ജീവനക്കാരും സ്കൂൾ അധ്യാപകരും തമ്മിൽ മാസത്തിലൊരിക്കൽ ഏകോപന യോഗങ്ങൾ, സംയുക്ത പരിപാടികൾ, പ്രവേശനോത്സവം, രക്ഷിതാതൃ അധ്യാപക യോഗങ്ങൾ, ഏകീകൃത പ്രവർത്തന കലണ്ടറുകൾ എന്നിവ നടപ്പിലാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. 5 ഗ്രാമത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിനുള്ളിൽ 5 വയസ്സുകാരനെ തലയ്ക്ക് അടിയേറ്റ് മരിച്ച നിലയിലും 1.5 വയസ്സുള്ള അർദ്ധ സഹോദരനെ സമീപത്ത് അബോധാവസ്ഥയിലും കണ്ടെത്തി. കുമാരപുരം തോപ്പൂർ സ്വദേശി സുന്ദരലിംഗം സെൽവി ദമ്പതികളുടെ മകൻ അഭിനവാണ് മരിച്ചത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ദമ്പതികൾ വേർപിരിഞ്ഞ ശേഷം നാട്ടുകാരനായ സെൽവമദന്റെ ഒപ്പമാണ് സെൽവി താമസിച്ചിരുന്നത്. ഈ ബന്ധത്തിൽ ജനിച്ച 1.5 വയസ്സുള്ളാരനാണ് അബോധാവസ്ഥയിലുള്ളത്. സെൽവമദൻ ഒളിവിലാണ്. കഴിഞ്ഞ മാസം 2-ന് സെൽവിയെ കാണാതായെന്ന സെൽവമദൻ 5 ഗ്രാമം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് സെൽവമദനാണ്. 31-നാണ് ഇയാൾ കാണാതാവുന്നത്. പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധമുയർന്നതോടെ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി വാതിൽ തകർത്തു നോക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അബോധാവസ്ഥയിലുള്ള കൂട്ടുചികിത്സയിലാണ്. 3 ദിവസം ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതാണ് കുഞ്ഞിന്റെ ആരോഗ്യം ഗുരുതരാവസ്ഥയിലാക്കിയതെന്ന് കരുതുന്നു. ഡിവൈഎസ്പി ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 5 ഗ്രാമത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിനുള്ളിൽ 5 വയസ്സുകാരനെ തലയ്ക്ക് അടിയേറ്റ് മരിച്ച നിലയിലും 1.5 വയസ്സുള്ള അർദ്ധ സഹോദരനെ സമീപത്ത് അബോധാവസ്ഥയിലും കണ്ടെത്തി. കുമാരപുരം തോപ്പൂർ സ്വദേശി സുന്ദരലിംഗം സെൽവി ദമ്പതികളുടെ മകൻ അഭിനവാണ് മരിച്ചത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ദമ്പതികൾ വേർപിരിഞ്ഞ ശേഷം നാട്ടുകാരനായ സെൽവമദന്റെ ഒപ്പമാണ് സെൽവി താമസിച്ചിരുന്നത്. ഈ ബന്ധത്തിൽ ജനിച്ച 1.5 വയസ്സുകാരനാണ് അബോധാവസ്ഥയിലുള്ളത്. സെൽവമദൻ ഒളിവിലാണ്. കഴിഞ്ഞ മാസം 2-ന് സെൽവിയെ കാണാതായെന്ന സെൽവമദൻ 5 ഗ്രാമം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് സെൽവമദനാണ്. 31-നാണ് ഇയാൾ കാണാതാവുന്നത്. പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധമുയർന്നതോടെ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി വാതിൽ തകർത്തു നോക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അബോധാവസ്ഥയിലുള്ള കൂട്ടുചികിത്സയിലാണ്. 3 ദിവസം ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതാണ് കുഞ്ഞിന്റെ ആരോഗ്യം ഗുരുതരാവസ്ഥയിലാക്കിയതെന്ന് കരുതുന്നു. ഡിവൈഎസ്പി ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉന്നമയുണ്ടായി ഇസ്രയേൽ പുതിയ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇതോടെ പശ്ചിമേഷ്യയിലെ രഹസ്യ നിരീക്ഷണം ശക്തമാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കൾ എവിടെയാണെങ്കിലും അവർക്കെല്ലാമുള്ള താക്കീതാണിത്. ഞങ്ങളുടെ കണ്ണെപ്പോഴും ഉണ്ടാകും, കട്സ് പറഞ്ഞു. ഒഫെക് 19 ചൊവ്വാഴ്ചയാണ് വിക്ഷേപിച്ചത്. ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ പുറമെ ലെബനൻ, സിറിയ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിന്റെ നിരന്തര നിരീക്ഷണത്തിലുള്ളത്. അതേസമയം ഇസ്രയേൽ നഗരമായ ഡിമോണിക്ക് സമീപം ഷിമോൺ പെരേസ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നടന്നുവരുന്ന വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇസ്രയേലിന്റെ അണായുധ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആണവ നിരീക്ഷകരായ വിദഗ്ധർ പറഞ്ഞു. ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷമാണ് പുതിയ റിയാക്ടറിന്റെ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് കാലിഫോർണിയ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ വിദഗ്ധർ വിലയിരുത്തി. ജെറുസലേമിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ഡിമോണ. പുതിയ റിയാക്ടറിനായുള്ള സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഭൂമി തുരക്കലും മണ്ണെടുക്കും നടക്കുന്നതാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിലുള്ളത്. ഡിമോണയിൽ രാജ്യാന്തര നിരീക്ഷണത്തിന് ഇസ്രയേൽ ഇതേവരെ അനുമതി നൽകിയിട്ടില്ല. അണായുധം നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് ജൂണിൽ ഇറാനിന്റെ ആണവ നിലയങ്ങൾ യുഎസും ഇസ്രയേലും ബോംബിട്ട് തകർത്തിരുന്നു. തെക്കൻ ലബനോണിലെ ഇസ്രയേൽ അതിർത്തിയിൽ UN സമാധാന സേനയ്ക്ക് നേരെ ഇസ്രയേൽ ഡ്രോണുകൾ ഗ്രനേഡ് ആക്രമണം നടത്തി. 4 ഗ്രനേഡുകളാണ് സൈനികരുടെ തൊട്ടടുത്ത് വീണത്. ആർക്കും പരിക്കില്ല. ലെബനോണിൽ 5 ദശാബ്ദമായി തുടരുന്ന UN സേനയുടെ സേവനം അടുത്ത വർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച UN രക്ഷാസഭ തീരുമാനിച്ചു. US-ന്റെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്.